ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിട്ടുമാറാത്ത ചുമയും ആസ്മയും ഒക്കെ അകറ്റാൻ സഹായിക്കുന്ന ഒരു ജ്യൂസാണ് അല്ലെങ്കിൽ ഡ്രിങ്കാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. അപ്പം നമുക്കറിയാം ഒരുപാട് തരം ഡ്രിങ്കുകൾ നമ്മുടെ ചാനലിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നത്തേത് സ്പെഷ്യലി ഈ ഒരു എന്താണ് ചുമയും അതേപോലുള്ള പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അതുപോലത്തെ പ്രശ്നങ്ങൾ ധാരാളം പേര് ക്ലൈമറ്റ് ചേഞ്ച് മൂലം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അത്തരക്കാർക്ക് നമുക്ക് കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെൽത്തി ഡ്രിങ്കാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ പീരീഡ്സ് കറക്റ്റായിട്ട് വരാത്തവർക്കും വളരെ ഉത്തമമായിട്ടുള്ള ഒരു ജ്യൂസാണ് കേട്ടോ. ഇത് കറക്റ്റ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. PCOD പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് നല്ലതാണ്. ഒരാൾക്കുള്ള ജ്യൂസ് തയ്യാറാക്കുമ്പോൾ നമ്മൾ 100 ഗ്രാം പൈനാപ്പിൾ എന്ന അളവിൽ മതി. അതേപോലെ തന്നെ ബീറ്റ്റൂട്ട് ഒരു പീസ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കൂടുതൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കൂടുതൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ പൈനാപ്പിളൊക്കെ തൊലി ചെത്തി ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും അതേപോലെ തന്നെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ നിരവധി ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് പൈനാപ്പിൾ. അതേപോലെ തന്നെ ഇൻഫെക്ഷൻ തടയാനായിട്ട് വളരെ നല്ലതാണ് ഇത്. ആസ്മ, അലർജി പോലുള്ള രോഗങ്ങളൊക്കെ തടയാനായിട്ട് ഇതുവഴി സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ബീറ്റ്റൂട്ടും അതേപോലെ തന്നെ പൈനാപ്പിളും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്തായിട്ട് ഒരല്പം ഇഞ്ചി അരിഞ്ഞതോ അല്ലെങ്കിൽ ഇഞ്ചി നീരോ ചേർക്കാം. പിന്നെ നമുക്ക് ചെറിയ ജീരകം ഒരല്പം ചേർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 കുരുമുളക് ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. ചുമ അതുപോലുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലുള്ളവർ തീർച്ചയായിട്ടും കുരുമുളക് കൂടി ചേർക്കുക. ഇതിൻ്റെ ടേസ്റ്റിനല്ല കാര്യം, ഇതിൻ്റെ ഗുണത്തിലാണ് കാര്യമെന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇത് ചേർത്തതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം കൂടി ഇതൊന്നും അടിച്ചെടുക്കാനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നമ്മളിത് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പനിയും ചുമയും അസ്വസ്ഥതകളും ഒക്കെ വരുന്ന സമയത്ത്, തൊണ്ടവേദനയൊക്കെ വരുന്ന സമയത്ത് ഉപ്പുവെള്ളം കൊണ്ട് നന്നായിട്ട് ഗാർഗിൾ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അത് ഒരു ദിവസത്തിൽ പല പ്രാവശ്യം അങ്ങനെ ഗാർഗിൾ ചെയ്യുക. അതേപോലെ തന്നെ തുളസി ഇലയൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരുപാട് വെയിലത്തേക്ക് പോകാതെ നല്ല റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. ചെറിയ തുടക്കത്തിൽ തന്നെ നമ്മൾ നന്നായിട്ട് റെസ്റ്റ് എടുത്തു കഴിഞ്ഞ് നമുക്കിത് മാറ്റിയെടുക്കാനായിട്ട് തീർച്ചയായിട്ടും കഴിയും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് കൂടുതലായിട്ട് പ്രശ്നമായിട്ട് വരികയായിരിക്കും ചെയ്യുന്നത്. അപ്പം നമ്മുടെ സിമ്പിളായിട്ടുള്ള ജ്യൂസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ബീറ്റ്റൂട്ട് നമ്മളിതിൽ ആഡ് ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ BP കൂടുതലായിട്ട് നിൽക്കുന്നവർക്ക് അത് കുറയ്ക്കാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ BPയുടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ഇത് ഒഴിവാക്കാം. ഇത് ആഡ് ചെയ്താലുള്ള മറ്റൊരു ഗുണം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് വളരെ നല്ലതാണ് ഈ ബീറ്റ്റൂട്ട് ചേർക്കുന്നത്. മധുരത്തിനായിട്ട് ശർക്കരയുടെ പൊടിയാണ് ചേർക്കുന്നത്. ഏറ്റവും ബെസ്റ്റ് ഇതേപോലുള്ള പ്രശ്നങ്ങൾ തൊണ്ടവേദനയോ ചുമയൊക്കെ ഉള്ളവർ തേൻ തന്നെ ചേർക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ട് കുടിക്കുക. ഒരു ഗ്ലാസ് ഡെയിലി എന്ന കണക്കിന് കുടിക്കാവുന്നതാണ്. ചുമയും ശ്വാസം മുട്ടലും ഒക്കെ അകറ്റി നിർത്താനായിട്ട് അത്തരം പ്രശ്നങ്ങൾ കൂടെ വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഡ്രിങ്ക് പതിവായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ അത്തരം പ്രശ്നങ്ങളെ നമുക്ക് മാക്സിമം അകറ്റി നിർത്താനായിട്ട് സാധിക്കും. കാര്യം ഇമ്മ്യൂണിറ്റി അവരുടേത് കൂടുതലായിരിക്കും ഇത് കഴിക്കുന്നത് വഴി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് കൂടി സെലക്ട് ചെയ്യണേ.